നമസ്കാരം. എന്താണ് നമ്മുടെ മലയാള സിനിമാ മേഖലയിൽ സംഭവിച്ചത്? എന്താണ് ഇപ്പോൾ ഈ സ്ത്രീകളെല്ലാം കൂടി കൂട്ടത്തോടെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഓരോ ലൈംഗിക പീഡന ആരോപണങ്ങളുമായിട്ടൊക്കെ ഇപ്പം രംഗത്ത് വരുന്നത്? ഇത്രയും നാൾ ഇവരൊക്കെ എവിടെ പോയി? ഇപ്പം എന്തിൻ്റെ ഉറപ്പിലാണ് ഇവരെല്ലാം കൂടെ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് പുറത്തിറങ്ങുന്നത്? അപ്പോൾ ഇവരിപ്പോൾ പുറത്തിറങ്ങിയത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് 2017 നമ്മുടെ നടി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിലാണ്. അന്ന് ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കാൻ ഇവരിൽ ആരെങ്കിലും ഒരാൾ ധൈര്യത്തെ ഇറങ്ങിയെങ്കില ആ കുട്ടിക്ക് എത്രയോ ഒരു സഹായമായതിന്, എത്രയോ ഒരു ആശ്വാസമായതിന്. ഈ സമൂഹത്തിൻ്റെ മുന്നിലാണ് തനിക്ക് ഒരു സപ്പോർട്ട് എന്നെങ്കിലും ആ കുട്ടിക്ക് കരുതാൻ വേണ്ടി ഇവരിൽ ഒരാളെങ്കിലും അന്ന് രംഗത്തിറങ്ങിയില്ല. അന്നൊക്കെ എവിടെ പോയി? ഇവരുടെ ഇതെല്ലാം എവിടെ പോയി? അന്ന് ഈ പരാതികളൊന്നുമില്ല. അതിനൊക്കെ മുമ്പ് സംഭവിച്ച കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ ഇപ്പോഴാണോ ഇതൊക്കെ പുറത്തു കൊണ്ടുവരുന്നത്? അന്ന് ഇവരൊക്കെ ആരാണ്? വലിയ ശീലാവധികളൊക്കെ ചമഞ്ഞ് അന്ന് ഇരുന്നെന്താ? അന്ന് ആ പെൺകുട്ടിക്ക് ഒരു വാക്ക് സഹായത്തിന് ഇവരാരെയും പുറത്ത് കണ്ടില്ലല്ലോ. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗം ആൾക്കാർ, തോനെ ആൾക്കാർ എന്നാൽ പെൺകുട്ടിയുടെ കൂടെയാണ് നിന്നത്. അപ്പോൾ പ്രതിയുടെ കൂടെ നിന്ന ആൾക്കാരും ഉണ്ട്, ഒരുപാട് പേരും അങ്ങനെ പ്രതിക്ക് എതിരായിട്ട് നിന്നു. നമ്മുടെ നടിയുടെ കൂടെ ഒരുപാട് പേര് നിന്നു. ഇപ്പോൾ ഈ ഒരു പ്രശ്നം കഴിഞ്ഞപ്പോൾ ഇപ്പം ഈ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഓരോരുത്തർ പരാതിയുമായി പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ നമ്മുടെ എന്താണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനും പ്രശസ്ത നടനും സംവിധായകനും ഒക്കെ ആയിട്ടുള്ള രഞ്ജിത്തിന് എതിരെ ആരോപണമായിട്ട് വന്നു. നമ്മൾ ആർക്കും അത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. അദ്ദേഹത്തെ നമ്മളൊക്കെ വലിയൊരു ആരാധനയോടെ, വലിയൊരു വലിയൊരു വിശ്വാസത്തോടെ, വലിയൊരു കഴിവുറ്റ ഒരു സംവിധായകൻ എന്നൊക്കെ നിലയിലാണ് നമ്മൾ ഈ രഞ്ജിത്തിനെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നേരെ വന്ന ഈ ഒരു ആരോപണം നമുക്ക് ഒരിക്കലും പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയ കാര്യമല്ല. അപ്പോൾ ഇന്ന് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ബംഗാളി, അതായത് ശ്രീലേഖ മിത്ര എന്ന ബംഗാളി നടിയുടെ ഒരു പരാതിയിൽ മേലാണ്. അപ്പോൾ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് അദ്ദേഹം ഇന്ന് രാജിവെച്ചത്. കാരണം നമുക്കറിയാം, സർക്കാരിൻ്റെയൊക്കെ വലിയൊരു പിന്തുണയുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. ഈ സർക്കാരിൻ്റെയൊക്കെ ഒരു പിന്തുണയോടുകൂടി അദ്ദേഹം ഇത്ര ദിവസം പിടിച്ചു നിന്നു. അപ്പോൾ ഇപ്പോൾ സർക്കാരും ഈ രാജിക്ക് വേണ്ടി അദ്ദേഹത്തെ സമ്മർദ്ദം ചെലുത്തി അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. നമുക്കെല്ലാം മറ്റൊരു പ്രമുഖനായിട്ടുള്ള, നമ്മുടെ എല്ലാം ഒരു പ്രിയപ്പെട്ട മറ്റൊരു നടനാണ് സിദ്ദിഖ്. അദ്ദേഹത്തിൻ്റെ നേരെയും മറ്റൊരു ആരോപണം ഉണ്ടായി. അദ്ദേഹം എന്തായാലും വളരെ പെട്ടെന്ന് ഇന്ന് തന്നെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനമൊക്കെ അങ്ങോട്ട് രാജിവെച്ചിട്ട് ഇന്നങ്ങോട്ട് പോയി. അപ്പോൾ അന്വേഷണമൊക്കെ നടക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പിന്നാണ്ട് ഇന്ന് നമ്മുടെ മുകേഷിനെതിരെ കൊല്ലത്ത് ഭയങ്കര പ്രതിഷേധം നടക്കുകയാണ്. കോൺഗ്രസ് പ്രതിഷേധം. കാരണം ഈ അങ്ങേർക്കെതിരെയും എന്തൊക്കെയോ ആരോപണങ്ങൾ പറഞ്ഞേക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് വളരെ നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ആരോപണം നടക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കണമെന്നും പറഞ്ഞ്, അദ്ദേഹം MLA സ്ഥാനമൊക്കെ രാജിവെക്കണമെന്നും പറഞ്ഞിട്ട് ഇന്ന് കൊല്ലത്ത് ഭയങ്കര പ്രതിഷേധം നടക്കുന്നു. അപ്പോൾ ഇനി ആരുടെയൊക്കെ പേരാണ് പുറത്തേക്ക് വരാനായിട്ട് കിടക്കുന്നത്? ഇനി ഏതൊക്കെ ലേഡീസുകളാണ് ഓരോ പരാതിയുമായി ഇനിയും പുറത്തേക്ക് വരാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് കാണാം. ഇനി ആരുടെയൊക്കെ, ഏതൊക്കെ പ്രമുഖരുടെ, ഏതൊക്കെ വിഗ്രഹങ്ങളുടെ രൂപമാണ് അല്ലെങ്കിൽ പേരാണ് പുറത്തേക്ക് വരിക, ആരൊക്കെയാണ് രാജിവെക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്രമാത്രം അധപ്പതിച്ച ഈ ഒരു സിനിമാ മേഖലയെ നമ്മളൊക്കെ വളരെ ആരാധനയോടെ കാണുന്ന ഒരു മേഖല ഇത്രമാത്രം അധപ്പതിച്ചോ എന്നുള്ളത് നമുക്ക് വളരെയേറെ വിഷമത്തോടെ മാത്രം കാണേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മലയാള സിനിമാ മേഖല എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? എന്താണ് ഈ ഒരു സ്ത്രീകളെ ഇത്രമാത്രം ദുരുപയോഗം ചെയ്യുന്ന ഒരു മേഖലയായിട്ട് നമ്മുടെ മലയാള സിനിമയും അതിലെ നടന്മാരും അതിലെ മറ്റ് സംവിധായകരായിട്ട് നിർമ്മാതാക്കളായിട്ട് എല്ലാവരും മാറിയത് എങ്ങനെ എന്ന് നമുക്ക് വളരെ വിഷമത്തോടെ ചിന്തിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ കേട്ടോ. വളരെ വിഷമം ഉണ്ട് ആ കാര്യം ആലോചിച്ചപ്പോൾ തന്നെ.